പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ മാസമാണല്ലോ. ആ ബർത്ത്ഡേ മാസം അവസാനിക്കാൻ പോവുകയാണ്. നാളെ കൂടെ കഴിയുമ്പോഴത്തേക്ക് ആ ബർത്ത്ഡേ മന്ത് അവസാനിക്കും. പക്ഷേ ഈ ബർത്ത്ഡേ മന്ത് തുടങ്ങിയ സമയം തൊട്ട് തന്നെ നമുക്ക് RJ4A വേണ്ടിയിട്ട് ഒരുപാട് പുതിയ ടാലൻസ് ആണ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഇതിൽ നിന്ന് ആരെ സെലക്ട് ചെയ്യും, ആരെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഓണർ ഇരുത്താൻ പറ്റും. മാത്രമല്ല ഫ്രം സ്കൂൾ ഗോയിങ് കിഡ്സ് ടു കോളേജ് ഗോയിങ് കിഡ്സ് ടു പീപ്പിൾ ആർ വർക്കിംഗ്, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് റിട്ടയർ ആയി പോകാനിരിക്കുന്നവർ വരെയും ദേ വാണ്ടഡ് ടു കം ആൻഡ് ട്രൈ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നമ്മൾ പല ഷോസിലായിട്ട് ഓരോ ദിവസം ഓപ്പർച്യൂണിറ്റീസ് നൽകിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ടുഡേ someone is here in full jitters, ഇങ്ങനെ ആങ്ഷ്യസ് ആണ്, അതിനോടൊപ്പം എക്സൈറ്റഡ് ആണ്. ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് our RJ4A and this is Jumana Jaffer. Hi, this is Jumana with the Big Breakfast Club. I'm so excited to be here. ജുമാനോട് നമ്മൾ ചോദിച്ചു, ജുമാന നമ്മളെ എപ്പോഴൊക്കെയാണ് കേട്ടോണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ജുമാന നമ്മളെ കേൾക്കുന്നുണ്ട്. നമ്മളും ആ സമയത്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ജുമാന. ഞങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ പോകുന്നു, ഇന്റേൺഷിപ്പ് കഴിയുന്നു, പിന്നെ അങ്ങനെ അതുപോലെ ഞങ്ങൾ രാവിലെ ഇവിടെ ജോലി ചെയ്യുന്നു, എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടാ വേണം ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ. ഞങ്ങൾക്ക് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും ഇവിടെ ജോലി ചെയ്തിട്ട്. ജുമാന വിചാരിക്കുന്നുണ്ടാവും രാവിലെ ഒന്ന് രണ്ടുപേരും കൂടെ പച്ചയ്ക്ക് തള്ളുവാണല്ലോ. Jumana, but then this is your day and I can resonate with all the excitement that's happening around you. So Jumana, tell us something about yourself before we go into that. Jumana, endu cheyunu ipo ivide? Okay, so my name is Jumana. First of all, I am turning 21 in 2 months and ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. I was born and raised എല്ലാം ദുബായിൽ തന്നെ ആയിരുന്നു. My family is here. And hobbies എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ my hobbies include like listening to music mostly and watching movies. എനിക്ക് മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. Then main thing is like discovering food spots, going to have different kind of food and sleeping. ഒട്ടും കിട്ടാതെ, when you're children, like when you കൊച്ചായിരിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും അത് വലുതായാൽ മതി എങ്ങനെയെങ്കിലും. അപ്പോൾ കുറച്ച് വലുതായി വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഉറക്കം കിട്ടത്തില്ല, പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയമില്ല. കുഞ്ഞിനെ ലൈക്ക് ഐ റിമെമ്പർ, ഞാൻ കൊച്ചായിരുന്നപ്പോൾ my mom would put me to bed in the afternoon ഉറങ്ങാനായിട്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് കളിക്കാൻ പോകണമായിരുന്നു, TV കാണണമായിരുന്നു. ബട്ട് ഇപ്പൊ നേരെ തിരിച്ച് പണിയുള്ള സമയത്ത് ഐ വോണ്ട് ടു സ്ലീപ്പ്, ബട്ട് അതിനൊട്ടും പറ്റുന്നില്ല. ഉറങ്ങാനായിട്ട് സമയം മാത്രമല്ല, ഉറങ്ങാൻ കുറച്ചു നേരം കിടന്ന് അപ്പൊ പറയും പോയി പഠിക്കുക, അല്ലെങ്കിൽ പോയി ഇത് ചെയ്യും, പോയി അത് ചെയ്യും എന്ന് പറയും. പണ്ട് നമുക്ക് ഉറങ്ങാൻ കുറെ സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറങ്ങാൻ തീരെ സമയം ഉണ്ടാവില്ല. പിന്നെ ഈ പറയുന്നത് അതിൽ തെറ്റില്ല, ഉണ്ടാലൊന്നും ഉറങ്ങണം, ഉറങ്ങിയാലൊന്നും ഉണ്ണണമെന്നാണ് പണ്ട് ഒരു ചൊല്ല് പറയാറുള്ളത്. മാത്രമല്ല കൊച്ചു പിള്ളേരാകുമ്പോഴത്തേക്ക് അവർ കിടത്തി ഉറങ്ങുമ്പോഴാണ് പിള്ളേര് വളരുന്നത് എന്നാണ് പറയുന്നത്. വളർന്നു കഴിയുമ്പോ പിന്നെ ഇനി വളരണ്ട, എഴുന്നേറ്റ് പോക്കോ. ബട്ട് ദാറ്റ്സ് റിയലി സ്വീറ്റ്. അപ്പൊ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇപ്പം എമിറേറ്റ്സിൽ എഞ്ചിനീയർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. right now എയർപോർട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് ചോദിക്കായിരുന്നു, അതായത് ഈ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ സ്വന്തം വണ്ടി തന്നെ ഒന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും അറിയില്ലെങ്കിൽ ബോണറ്റ് പൊക്കി ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഒരുപാട്, അല്ലേ? സോ അത് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയുണ്ട്. സോ why did you choose that? എന്താ? That is mainly because I also want to talk about that, like how I reached this career. That is mainly because നമ്മള് കുഞ്ഞിലെ മുതൽ ഇവിടെ I was born here, right? അപ്പോൾ കുഞ്ഞിലെ മുതൽ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് കുറേ. അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്നത് ഇസ് alone and like such a thing of excitement because നമുക്ക് നാട്ടിലെത്തുന്നതിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഫ്ലൈറ്റിലുള്ള ജേർണി. അപ്പോൾ ആ ഫ്ലൈറ്റിനെ പറ്റി പഠിക്കാനായിട്ട് കുഞ്ഞിലെ മുതൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. യെസ്, അപ്പൊ ഇതൊക്കെ ആൾ ഇന്നത്തെ ഓരോ സമയത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെ Jumana is all prepared, she wants to be an RJ. She's participated in competitions, she's won some of the competitions as well. അപ്പൊ അങ്ങനെ നമ്മുടെ എയർവേവ്സിലൂടെ നമ്മൾ Jumana ഇനി കേൾക്കാൻ പോവാണ്. നമ്മുടെ ലിസണേഴ്സ് എല്ലാം കേൾക്കുകയാണ്. She's the RJ4A. So over to you. Thank you. So yesterday Naila had called me and she asked me, ആദ്യം ചോദിച്ച കാര്യം was like എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പം ഞാൻ കുറേ ആലോചിച്ചു. കുഞ്ഞിലെ മുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട് എനിക്ക്. ലൈക്ക് ഒരു സാധനത്തിൽ കുറച്ച് നാൾ നിന്നിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഫീൽ കൈൻഡ് ഓഫ് എക്സോസ്റ്റഡ് ഓഫ് ഇറ്റ്. അതെനിക്ക് അറിയില്ല എല്ലാവർക്കും ഉള്ള കാര്യമാണെന്ന്, ബട്ട് ഐ ജനറലി ഫീൽ ദാറ്റ്. എന്നിട്ട് നോട്ട് ലൂസ് ഇൻട്രസ്റ്റ്, കുറച്ച് കഴിയുമ്പോൾ ഇത് ഇത്രയും ചെയ്തില്ലേ ആൻഡ് കുറച്ച് കൺസിസ്റ്റൻസി വിട്ട് പോകുമ്പോഴത്തേനും പിന്നെ അടുത്തതിലേക്ക് നോക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ ഇത്രയും 21 years ആയിട്ടുള്ളത് ഇസ് മൈ ലവ് ഫോർ ഫുഡ്. അപ്പോൾ അത് ദാറ്റ്സ് ലൈക്ക് വാട്ട് യു സേ, ഇറ്റ് ക്യാൻ ബി എ ഗുഡ് തിങ്, അല്ലെങ്കിൽ അത് നമ്മളെ വഴി തെറ്റിക്കാനായിട്ട് പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. അതാണ് കൂടുതലും സംഭവിക്കുന്നത്. യെസ്, കൂടുതലാണ്. യാ, സോ the thing why I like food so much is, and the reason why I chose this topic is because എനിക്ക്
എൻ്റെ ലൈഫിൽ എന്ത് ലൈക്ക് ഈവൻ ഇഫ് ഐ എം ഹാപ്പി ഓർ സാഡ് ഓർ ഇഫ് ഐ എം സ്കെയർഡ് ദ ഫസ്റ്റ് തിങ് ഐ വോണ്ട് ടു ഡു ഇസ് ഗോ ഹാവ് സം ഫുഡ്. Okay. അപ്പോൾ ദുബായിൽ എസ്പെഷ്യലി ബിക്കോസ് യു ആർ ലിവിങ് ഇൻ ദുബായ് ആൻഡ് ഓൾസോ വൺ തിങ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഞാനൊരു മലയാളി ആയിട്ട് ഐ വാസ് ബോൺ ബിക്കോസ് ഇത്രയും നല്ല ഫുഡ് നമുക്ക് വേറെ എവിടെയും കഴിക്കാൻ പറ്റില്ല. ആൻഡ് കോ റിലേറ്റഡ് ടു ദാറ്റ് വൺ തിങ് ഇസ് ദാറ്റ് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല. ദിസ് ഈസ് വൺ തിങ് എവ്രി വൺ ആസ്ക് മീ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല. ഞാൻ എവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ദ പ്രോബ്ലം ഇസ് എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമില്ല. യാ എവിടെ So you're a fan of your home food. I am very much. Most people don't believe that when I say ദുബായിൽ ജനിച്ചു വളർന്നിട്ട് you like നാട്ടിലെ ഫുഡ്. എനിക്ക് നാട്ടിൽ പോകുമ്പോൾ നാട്ടിലെ ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് നാട്ടിലെ ഫുഡാണ് ഇഷ്ടം. എവറി ഡേ ഐ ടെൽ മൈ മോം എനിക്ക് പുട്ട് വേണം. ഐ റിയലി ലൈക്ക് പുട്ട്. സാധാരണ ഇവിടെയുള്ള കുട്ടികൾക്ക് ഈ മറ്റു പറയുന്ന പോലെ ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ കപ്പയും കുറച്ച് മീൻകറിയും വെച്ച് കഴിഞ്ഞാൽ അല്ലേ, അതാണ് കൂടുതൽ. എനിക്ക് അതാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ കുറെ ദിവസം ട്രാവൽ ചെയ്ത് വരുമ്പോൾ എസ്പെഷ്യലി നമുക്ക് ആ ഒരു എന്താ പറയണ്ടേ നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര അത് വരുന്നതിന് മുമ്പേ തന്നെ അവിടെ വെച്ച് തന്നെ തോന്നും നമുക്ക്. 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ചോറും പൊളിശ്ശേരിയൊക്കെ കിട്ടും. നമ്മള് വേറെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മേ ബി 3 or 4 days കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു തുടങ്ങും. I don't know if it's an Indian thing or is it just a me thing. So since you're a foodie, it's a Malayali thing. You've explored food ഇവിടെ ഇപ്പൊ 21 years ആയിട്ട്, maybe from your age of 10 you've been exploring. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള joints ഏതൊക്കെയാ? Okay, so if I have to suggest a few food joints that I really, really love, obviously Kerala food ആണെങ്കിൽ I would say go to Calicut Paragon. You will never be disappointed. The OG spot. അവിടുത്തെ ബിരിയാണി, അവിടുത്തെ ഫിഷ് കറി, എന്തായാലും you will really like the meals and stuff. Really good. And if you want a shawarma and all, to be honest, this is a very debated thing. ഞാൻ പറയുന്നത് അത് ഓരോരുത്തർക്കും ഓരോ സംഭവമാട്ടോ. ഷവർമയുടെ കാര്യം എല്ലാവരും people have different opinions about shawarma, but എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ if you want a consistent shawarma that's always good, go to IKEA. IKEA shawarma, see, this is what people are like, oh ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും, but I like IKEA breakfast ഭയങ്കര ഇഷ്ടം. ബ്രേക്ക്ഫാസ്റ്റും കൊള്ളാം, but അവിടുത്തെ shawarma is also nice. And otherwise if you want, go to Carrefour also. Carrefour shawarma, ഇതാണ് ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ they get so shocked. but ഞാൻ എല്ലായിടത്തും കഴിച്ചിട്ട് I feel like this is really good. നമുക്ക് അറിയാവുന്ന കുറച്ച് നല്ല നല്ല ജോയിൻസ് ഉണ്ട്. നമ്മുടെ മംസാറിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു കഫറ്റേറിയ ഉണ്ട്. അവിടെ കുറെ കഫറ്റേറിയ ഉണ്ട്, പക്ഷെ ഒരു വൺ പെർട്ടിക്കുലർ കഫറ്റേറിയ ഉണ്ട്. ഭയങ്കര നല്ല ഷവർമ കിട്ടും. പിന്നെ സ്പോർട്സ് കഫേ, അതായത് നമ്മൾ ആ ഇന്റർചേഞ്ച് കഴിഞ്ഞ് നേരെ കയറുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ കാണില്ലേ, അവിടെ ഭയങ്കര ഫേമസ് ജോയിന്റ് ആണ് അത്. അതെ. പിന്നെ നമ്മുടെ ജുമേറ ഭാഗത്ത് 1-2 സ്ഥലങ്ങളുണ്ട്. അത് കുറച്ച് വിലയുള്ള ഷവർമയാണ്. ആണോ? അറബിക് ഷവർമ യൂഷ്വൽ, മറ്റേ കാഫറ്റേറിയ ഷവർമ അല്ല. കഫറ്റേറിയ ഷവർമ എന്ന് പറയുന്നത് അതിന് വേറൊരു ടൈപ്പ് വികാരമാണ്. കാരണം ആ ബ്രെഡിനകത്ത് അത് വെച്ച് തരുമ്പോഴത്തേക്കുള്ള ഒരു നമ്മുടെ ചേട്ടന്മാരായിട്ടുള്ള ചില ആൾക്കാരുണ്ടാക്കുമ്പോ മലയാളികൾ ഉണ്ടാക്കുന്ന ഷവർമയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കേരളത്തിൽ നിന്ന് പോയി ഷവർമ കഴിക്കാതിരുന്നാൽ മാത്രം മതി. റിയൽ ഞാൻ നാട്ടിൽ പോയിരുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം അറിയാണ്ട് ഷവർമ ഓർഡർ ചെയ്ത് പോയി. ഞാൻ വിചാരിച്ചു നല്ല ഷവർമ ആയിരിക്കും, ബട്ട് വന്നത് ചപ്പാത്തിയിലും മയണീസും ചിക്കനും ആയിരുന്നു. സോ ഐ ഗോട്ട് സോ ഹാർട്ട് ബ്രോക്കൺ ആസ് എ ദുബായ് പേഴ്സൺ. ആൻഡ് നാട്ടിലെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അത് കഴിച്ചിട്ട് പറയുന്നു, ഓ എന്ത് നല്ല ഷവർമ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഷവർമ കഴിച്ചിട്ടില്ല. ആൻഡ് as soon as you say that, അപ്പോൾ അവർ വീണ്ടും തുടങ്ങും, ഓ നീ ദുബായിൽ നിന്ന് വന്നതിന്റെ അഹങ്കാരമാണ് എന്നൊക്കെ തുടങ്ങും. അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടാൻ പോകില്ല. അതായത് നാട്ടിലെ ചില ആൾക്കാർ ക്യാബേജ് വെട്ടിയിടും. ക്യാബേജ് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് മറ്റേ ക്യാബേജ് തോരൻ കഴിച്ച ഒരു ഫീലാ, മറ്റേ ഇതിനകത്ത് മടക്കി. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. So we have Jumana Jaffer here in the studio. She's got lots to tell you. അതായത് ജുമാന നമ്മൾ ഓൺ എയർ എത്തുമ്പോഴത്തേക്ക് ഷീസ് എ ഡിഫറെന്റ് പേഴ്സൺ. ദിസ് ഇസ് വാട്ട് ഐ ഫൈൻഡ് അബൌട്ട് ടാലൻസ്. അതായത് നമ്മൾ പുറത്ത് കാണുമ്പോൾ ഉള്ള ആളെ അല്ല. വെൻ ദ മൈക്ക് ഇസ് ഓൺ, യു ആർ എ ഡിഫറെന്റ് പേഴ്സൺ. യുവർ ലാംഗ്വേജ് ഇസ് ഡിഫറെന്റ്. എന്തോ there's a spark in you, so we are waiting to hear more from you, Jumana. Do stay tuned. We are with Rajay for a day. You want to close this whole session? This is Jumana from Brick Breakfast Club, and stay tuned.